അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദ്ഗാഹ് എന്ന പാഠമാണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുട്ടികളിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് ഈദ്ഗാഹിലാണ്. നിസ്കാരം നടന്നു കഴിഞ്ഞു. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ അവിടെയുള്ള ഓരോ രംഗങ്ങളാണ് ഇനി വിശദീകരിക്കാൻ പോണത്. नमाज ख़त्म हो गई है, लोग एक दूसरे से गले मिल रहे हैं. फिर मिठाई और खिलौनों की दुकानों पर धावा होता है. हमारे देहातियों का ये गिरोह इस मामले में बच्चों से कम पुरजोश नहीं है. ये देखो, हिंडोला है, एक पैसे देकर चढ़ जाओ, कभी आसमान पर जाते मालूम होगे, कभी ज़मीन पर गिरते. एक पैसे देकर बैठ जाओ और 25 चक्करों का मज़ा लो. महमूद और मोहसिन, नूर और समीर उन घोड़ों और ऊँटों पर बैठे हैं. हामिद दूर खड़ा है. 3 ही पैसे तो इसके पास हैं. ज़रा सा चक्कर खाने के लिए अपने ख़जाने का 1/3 नहीं दे सकता. നോക്കൂ, നമാസ് ഖത്തം ഹോ ഗയി. ഇപ്പോൾ ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. ബലിപെരുന്നാളല്ല, ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. ഏക് ദൂസരെ സെ ഗലേ മിൽ രഹേ ഹേ. ഓരോരുത്തരും പരസ്പരം മുആനഖത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഗലേ മിൽന എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക, ടു ഹഗ്. ഫിർ ഗലേ മിൽന എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക, വാരിപ്പുണരുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ. फिर मिठाई और खिलौनों की दुकानों पर धावा होता है. നിസ്കാരം കഴിഞ്ഞ് പുറത്ത് കണ്ടിറങ്ങിയാൽ പിന്നെന്താ ഉണ്ടാവുക? മിഠായിയുടെയും കളിക്കോപ്പകളുടെയും കടകളിൽ ധാവ ഹോത്താ ഹെ. എന്താ ധാവ എന്ന് പറഞ്ഞാൽ? അർത്ഥം എഴുതിക്കോളൂ, അക്രമം എന്നാണ് അർത്ഥം. ധാവ എന്ന് പറഞ്ഞാൽ അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാൻ കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമമുള്ളത് പോലെ തിരക്കി എന്നാണ് അതിൻ്റെ ആശയം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുക്കാനോം പർ ധാവ ഹോത്താ ഹെ. കടകളിലേക്കൊരു അക്രമമാണ്, ഇരച്ചു കയറലാണ് ഭയങ്കരമായിട്ട്. അഥവാ കടകളിൽ ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. ധാവ എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ് അർത്ഥം. ഹമാരെ ദേഹാത്തിയോം കാ യേ ഗ്രൂഹ്. നമ്മുടെ ഈ ഗ്രാമവാസികളുടെ ഈ ഒരു ഗ്രൂപ്പ്, ഗ്രൂഹ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, ഈ ഒരു കൂട്ടം, ഇസ് മാമലേമേ ഈ പണിയിൽ ബച്ചോൻ സേ കം പുർജോഷ് നെയ്യ് ഹെ. കുട്ടികളെക്കാൾ ആവേശം കുറഞ്ഞവരല്ല. ഏ ദേഖോ, ഇത് നോക്കൂ, ഹിണ്ടൂല ഹെ. ഹിണ്ടൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ, യന്ത്രൂഞ്ഞാൽ എന്നൊക്കെ പറയില്ലേ, ആ ഊഞ്ഞാലിനാണ് ഹിണ്ടൂല എന്ന് പറയാം. ഇത് ഊഞ്ഞാലാണ്. ഏക് പൈസ ദേക്കർ ചട് ജാവോ. ഒരു പൈസ കൊടുത്തിട്ട് കയറി നോക്കൂ. കഭി ആസ്മാൻ പർ ജാത്തെ മാലൂം ഹോഗെ. നിങ്ങൾക്ക് ആകാശത്തിലേക്ക് പോകുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം. കഭി ജമീൻ പർ ഗിർത്തെ. ചിലപ്പോൾ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ, ഭൂമിയിൽ വീണ് പതിക്കുന്നത് പോലെ, നേരെ ആകാശത്ത് നിന്ന് കുഴിഞ്ഞാടി ഭൂമിക്ക് വീണ് പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഏക് ഹാമിദ് ദൂർ ഖടാ ഹെ. ഏക് പൈസ ദേക്കർ ബൈഠ് ജാവോ. ഒരു പൈസ കൊടുത്തിട്ട് കയറി നോക്കൂ. 25 ചക്രം കാ മസാലോ. ഒരു പൈസക്ക് എന്ത് ചെയ്യുക? 25 കറക്കത്തിൻ്റെ രസം അനുഭവിച്ചോളൂ. മസാലേന എന്ന് പറഞ്ഞാൽ രസം അനുഭവിക്കുക. മസാലേന എന്ന് പറഞ്ഞാൽ രസം അനുഭവിക്കുക. 25 ചക്രം കാ മസാലോ. 25 കറക്കത്തിൻ്റെ 25 വട്ടം കറങ്ങിയിട്ട് രസം അനുഭവിച്ചോളൂ. ജറാസ ചക്കർ ഖാനെ കെ ലിയെ അപ്നെ महमूद और मोहसिन, नूर और समीर उन घोड़ों और ऊँटों पर बैठे हैं. മഹ്മൂദും മുഹ്സിനും നൂറും സമീഉം അവിടെ ഉണ്ടായിരുന്ന ആ കുതിരയുടെ മേലും, ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര, അവിടെ ഉണ്ടായിരുന്ന കുതിരയുടെ മേലിലും, അതുപോലെ ഊൺടോംപർ, ഈ ഒരു പെരുന്നാളാകുമ്പോൾ ഒരു മേള ആഘോഷം പോലെയാണല്ലോ, അപ്പോൾ അവിടെ
ഒട്ടകത്തിനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ആ കുതിരയുടെ മേലിലും ഒട്ടകത്തിൻ്റെ മേലിലൊക്കെ ബൈഠേ ഹേ, അവരൊക്കെ അതിൻ്റെ മേലിൽ ഇരുന്നിട്ടുണ്ട്. എന്നാലോ ഹാമിദ് ദൂർ ഖടാ ഹെ, ഹാമിദ് ദൂരത്ത് നിൽക്കുകയാണ്. തീൻ ഹി പൈസേ തോ ഉസ്കെ പാസ് ഹേ, അവൻ്റെ അടുത്ത് വെറും 3 പൈസ മാത്രമേ ഉള്ളൂ. തീൻ ഹി പൈസേ, 3 പൈസ തന്നെ ഉസ്കെ പാസ് ഹേ, അവൻ്റെ കയ്യിലുള്ളൂ, അവൻ്റെ അടുത്തുള്ളൂ. ജറാസ ചക്കർ ഖാനെ കേലിയെ, ഒന്ന് വട്ടം കറങ്ങി വരാൻ, ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് അപ്നെ ഖസാനേക്ക, തൻ്റെ ഖജനാവിലെ ഏക് തഹായി നെഹി ദേ സക്ത, ഒരു തഹായി എന്ന് പറഞ്ഞാൽ 1/3, തഹായി എന്ന് പറഞ്ഞാൽ 1/3, 3 പൈസയുടെ 1/3 എന്ന് പറഞ്ഞാൽ 1 പൈസ. അപ്നെ ഖസാനേക്ക, തൻ്റെ ഖജനാവിലെ ഏക് തഹായി, തൻ്റെ ഖജനാവിൻ്റെ 1/3 നെഹി ദേ സക്ത, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരാൻ ഓന് കൊടുക്കാൻ സാധിക്കില്ല, അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സബ് ഉത്തർത്തേഹ്, കുതിരമെല്ലോല് കുതിരമെന്നിറങ്ങി, ഒട്ടകത്തുമെല്ലോല് ഒട്ടകത്തുനിന്നിറങ്ങി, യന്ത്രൂഞ്ഞാലിലുള്ളോല് യന്ത്രൂഞ്ഞാലിൽ നിന്നും ഇറങ്ങി. സബ് ഉത്തർത്തേഹ്, എല്ലാവരും ഇറങ്ങുകയാണ്. അബ് ഖിലോനെ ലേങ്കെ, ഇനി നമുക്ക് അവരുടെ ഇടയിലുള്ള സംസാരമാണ്. അബ് ഖിലോനെ ലേങ്കെ, ഇനി നമുക്ക് കളിക്കോപ്പകൾ വാങ്ങാം. ഖിലോനെ കളിക്കോപ്പ, ഖിലോന കളിക്കോപ്പ, ഖേൽന കളിക്കുക, ഖിലോന കളിക്കോപ്പ. കളിക്കോപ്പ എന്നതുകൊണ്ട് കോപ്പ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, കോപ്പ അമേരിക്ക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതർ ദുഃഖാനോക്ക് കിതാറേൻ ലഗി ഹുയി ഹെ, ഇവിടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ കടകളുടെ നിരകൾ തന്നെ ഉണ്ട്. കിതാറേൻ ലഗി ഹുയി ഹെ, നിരകൾ വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അഥവാ ഇവിടെ കുറേ ധാരാളം കടകളുടെ നിരകൾ തന്നെ അവിടെ കാണാനുണ്ട്. കിതാറേൻ ലഗി ഹുയി ഹെ, നിരകൾ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിരകൾ തന്നെ അവിടെയുണ്ട്. അവിടെ കടകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ്. കുറേ പെട്ടിപ്പിടികളുണ്ടാവുമല്ലോ, കുറേ സമ്മേളനമൊക്കെ ഉണ്ടായാൽ നിങ്ങൾ പോയിട്ടില്ലേ, കുറേ നിരകൾ ഉണ്ടാവുമല്ലോ കടകളുടെ. തറാക്കെ ഖിലോനേഹ്, വ്യത്യസ്തങ്ങളായ, തറാക്കെ എന്ന് പറഞ്ഞാൽ മുഖ്തലിഫ്, വ്യത്യസ്തങ്ങളായ കളിക്കോപ്പകളുണ്ട്. സിപ്പാഹി, അതുപോലെ തന്നെ ആ കളിക്കോപ്പകളുടെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ, ഒരു പട്ടാളക്കാരൻ്റെ ഒരു കോലം, ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പട്ടാളക്കാരന്. ഗജരിയ എന്ന് പറഞ്ഞാൽ പുഷ്പമാല എന്നാണ് അർത്ഥം. ഗജരിയ എന്ന് പറഞ്ഞാൽ പൂമാല എന്നാണ് അർത്ഥം. അപ്പോൾ പൂമാല ധരിച്ച ഒരാൾ, അതാണ് ഉദ്ദേശിക്കുന്നത് ഗജരിയ. ഒരു രാജാവുണ്ട്. വക്കീൽ, പിന്നെ വേറൊരു വക്കീലുണ്ട്. ധോബൻ, അതുപോലെ ധോബൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരി. ധോബൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഗ്രാമറിൽ പഠിച്ചാണത്. അലക്കുകാരി. ബെഹസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുന്ന ആൾ. വെള്ളം കുടിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് വേണ്ട ഈ കുടത്തിലൊക്കെ വെള്ളം നിറച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാൾ, ഇതാണ് ബെഹസ്തി, വെള്ളം കുടിപ്പിക്കുന്നവൻ. സാഖി, ബെഹസ്തി എന്ന് പറഞ്ഞാൽ സാഖി. പിന്നെ ഒരു സാധുവായ ഒരു പാവപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഈ തിണ്ടികൾ അങ്ങനെയൊക്കെ വരുമല്ലോ, അങ്ങനത്തെ ആ കോലാണ് ആ സാധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധു എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ആളുടെ കോലത്തിലുള്ള ഒരു കളിക്കോപ്പ, ഒരു പ്രതിമ, അതുപോലെ ഒരു വെള്ളം കുടിപ്പിക്കുന്ന ആൾ പറഞ്ഞാൽ അയാളെ കയ്യിൽ കുടം അല്ലെങ്കിൽ കൂജ, തോൽപാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ധോബൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അലക്കുകാരിയുടെ കയ്യിൽ ഒരു ഭാണ്ഡം ഉണ്ടാകും. ഒരു വക്കീലാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു നിയമപുസ്തകം ഉണ്ടാകും. രാജ, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ട്. വാ കിത്നെ ഖൂബ്സൂറത്ത് ഖിലോനെ ഹെ, എത്ര സുന്ദരമായ കളിക്കോപ്പകളാണുള്ളത്. ഓർ ബോലാഹി ചാഹ്തേ ഹെ, പറയേണ്ടത് തന്നെയാണ്, ഒന്നുകൂടെ പറയേണ്ടത് തന്നെയുണ്ട്. ബോലാഹി ചാഹ്തേ ഹെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയേണ്ടത് തന്നെയുണ്ട്. എന്താണ്? മഹ്മൂദ് സിപ്പാഹി ലേത്താ ഹെ, ഒന്നുകൂടെ പറയേണ്ടതുണ്ട്.
ഓർ ബോലാ ഹി ചാഹത്തെ ഹെ, ഒന്നുകൂടെ പറയേണ്ടത് തന്നെയുണ്ട്, പറയൽ അനിവാര്യമാണ്. എന്ത്? മഹ്മൂദ് സിപ്പാഹി ലേത്താ ഹെ, അവിടെ മഹ്മൂദ്, അവിടെ ഉണ്ടായിരുന്ന ആ സിപ്പാഹി പട്ടാളക്കാരനെ മഹ്മൂദ് എടുത്തു. മഹ്മൂദ് എടുത്ത സിപ്പാഹിയുടെ പ്രത്യേകത എന്താണ്? ഖാക്കി വർദി, ഖാക്കി എന്ന് പറഞ്ഞാൽ കാക്കി, കാക്കി യൂണിഫോം ധരിച്ച, ലാൽ പഗടി ചുവന്ന തലപ്പാവ് ധരിച്ച, ലാൽ പഗടി ചുവന്ന തലപ്പാവ് ധരിച്ച, പഗടി എന്ന് പറഞ്ഞാൽ തലപ്പാവ് എന്നാണ് അർത്ഥം. കന്ധേ പർ ബന്ദൂക്ക്, കന്ധേ ചുമലിൽ, ഷോൾഡറിൽ, അവരുടെ ചുമലിൽ എന്തുണ്ട്? ബുന്തൂക്ക്, എന്തുണ്ട്? തോക്കുണ്ട്. കന്ധേ പർ ബുന്തൂക്ക്, അവരുടെ ഷോൾഡറിൽ ഒരു തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. പട്ടാളക്കാരനല്ലേ, അപ്പോൾ തോക്ക് വേണ്ടേ? മാലും ഹോത്താ ഹെ, ആ കോലം കണ്ട തോന്നുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. എങ്ങനെ തോന്നുന്നുണ്ട്? അഭി കവായിദ് കെ ലിയെ ചല ആ രഹാ ഹെ, ഇപ്പോൾ ആ പട്ടാളക്കാരന് അഭ്യാസത്തിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കവായിദ് എന്ന് പറഞ്ഞാൽ അഭ്യാസം എന്നാണ് അർത്ഥം. വർസിഷ് എന്നൊക്കെ പറയാം. കവായിദ്, വർസിഷേങ്, അഭ്യാസം എന്നാണ് അർത്ഥം. അബ് ഈ കവായിദ് കെ ലിയെ ചല ആ രഹാ ഹെ, ഇപ്പോൾ പട്ടാളക്കാരനെ അഭ്യാസത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. അപ്പോൾ മഹ്മൂദ് സിപ്പാഹിനെടുത്തു. ഇനി മൊഹ്സിൻ ബെഹസ്തി പസന്തായ, മൊഹ്സിന് ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ആ അലക്കുകാരിയെയാണ്. അലക്കുകാരി പ്രതിമയാണ് മൊഹ്സിന് ഇഷ്ടപ്പെട്ടത്. എന്താണ് ആ അലക്കുകാരിയുടെ പ്രത്യേകത? കമർ ജുക്കി ഹുയി ഹെ, അതിൻ്റെ ഊര, കമർ എന്ന് പറഞ്ഞാൽ ഊര, ജുക്കി ഹുയി ഹെ, അത് കുനിഞ്ഞു നിൽക്കുകയാണ്. ജുക്കിന കുനിയുക, അപ്പോൾ ഊര കുനിഞ്ഞു നിൽക്കുകയാണ്. ഉസ് പർ മഷ്ക് രഖേ ഹുയേ ഹെ, ആ ഊരയിൽ ഒരു തോൽ സഞ്ചി, മഷ്ക് എന്ന് പറഞ്ഞാൽ തോൽ സഞ്ചി, മഷ്ക് എന്ന് പറഞ്ഞാൽ തോൽ സഞ്ചി, ആ ഊരയിൽ ഒരു തോൽ സഞ്ചി വെച്ചിട്ടുണ്ട്. ഉസ് പർ മഷ്ക് രഖേ ഹുയേ ഹെ, അതിന്മേൽ തോൽ സഞ്ചി വെച്ചിട്ടുണ്ട്. മഷ്ക് കാ മുഹ് ഏക് ഹാത്ത് സെ പക്കടേ ഹുയേ ഹെ, ആ മഷ്ക്, ആ തോൽ സഞ്ചിയുടെ വായയുടെ ഭാഗം, ആ തോൽ സഞ്ചിയുടെ വായ എന്ന് പറഞ്ഞാൽ തുറന്ന ഭാഗം, ആ തുറന്ന ഭാഗം ഏക് ഹാത്ത് സെ പക്കടേ ഹുയേ ഹെ, തൻ്റെ ഒരു കൈ കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. കിത്നാ ഖുഷ് ഹെ, എത്ര സന്തുഷ്ടമാണ്, എത്ര പ്ലസൻ്റാണ് ആ ഒരു രംഗം. ഷായദ് ഗീത് ഗാ രഹാ ഹെ, ആ ഒരു കോലം കണ്ടാൽ തന്നെ, ആ നിൽപ്പ് കണ്ടാൽ തന്നെ തോന്നിപ്പോകും. എങ്ങനെ? ഷായദ് ഗീത് ഗാ രഹാ ഹെ, അത് പാട്ട് പാടുകയാണോ എന്ന് തോന്നിപ്പോകും. മഷ്ക് സെ പാനി അണ്ടേലാഹി ചാഹ്താ ഹെ, ആ തോൽ സഞ്ചിയിൽ നിന്ന് വെള്ളം അണ്ടേലാഹി ചാഹ്താ ഹെ, ഒഴിക്കാനിരിക്കുകയാണ്. അണ്ടേൽന, പാനി അണ്ടേൽന എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക എന്നാണ് അർത്ഥം. അണ്ടേൽന എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. പാനി അണ്ടേൽ ദോ, പാനി അണ്ടേലോ, അത് ഇനി വെള്ളം ഇതിക്കൊന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടാന്ന് ഓപ്പൺ ബാത്റൂം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഭാവിയിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? പാനി അണ്ടേൽ ദിജിയെ, പാനി അണ്ടേലോ എന്നൊക്കെ പറയാം. അണ്ടേല, അണ്ടേലിന രസമുള്ളവാക്കാം. പിന്നെ പാനി അണ്ടേലാഹി ചാഹ്താ ഹെ, ആ പ്രതിമ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഥവാ വെള്ളം ഒഴിക്കാൻ നിൽക്കുകയാണ്. നൂറേക്കോ വക്കീൽ സെ പ്രേം ഹെ, അപ്പോൾ നേരത്തെ രണ്ടാൾക്കാരത് കഴിഞ്ഞു. ഇനി നൂറുണ്ട്. നൂറയ്ക്ക് വക്കീലിനോടാണ് പ്രേമം. പ്രേം ഹെ, പ്രേമമുണ്ട്. കൈസി സഹാനത്ത് ഹെ ഉസ്കെ മുഹ്പർ, അവൻ്റെ മുഖത്ത് തന്നെ. മുഹ് എന്ന് പറഞ്ഞാൽ മുൻഹ് എന്ന് വായിക്കാൻ പാടില്ല കേട്ടോ. ഇനി മുഹ് എന്ന് പറഞ്ഞാൽ വായ, അതുപോലെ മുഖം, രണ്ടർത്ഥങ്ങളുണ്ട്. അപ്പം ഉസ്താ ഒരിടത്ത് വായ എന്നർത്ഥം വെച്ച് മറ്റൊരിടത്ത് മുഖം എന്നർത്ഥം വെച്ചില്ലേ ഉസ്താ, എന്താ രണ്ടർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടർത്ഥമുണ്ട്. കൈസി സഹാനത്ത് ഹെ ഉസ്കെ മുഹ്പർ, അവൻ്റെ ആ വക്കീലിൻ്റെ മുഖത്ത് എന്തൊരു ബുദ്ധി കൂർമ്മത. ആ മുഖം കണ്ടാൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമാനായ പോലെ. കാല ചുഗ പെഹനെ, കറുത്ത ചുഗ എന്ന് പറഞ്ഞാൽ ജുബ്ബ, ചുഗ ജുബ്ബ.
കാലാ ചുഗ പെഹനെ. ഒരു കറുത്ത വക്കീൽ കറുത്ത ജുബ്ബ എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കറുത്ത ആ കോട്ടുണ്ടല്ലോ ആ വക്കീലന്മാരിടണേ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാലാ ചുഗ പെഹനെ, കറുത്ത ജുബ്ബ ധരിച്ചുകൊണ്ട്. നീച്ചെ, അതിന് താഴെയാണെങ്കിലോ, ജുബ്ബ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വക്കീലന്മാരെ കോട്ട്, ആ നീണ്ട നടുവിൽ എന്തുള്ള ഓപ്പണായിട്ടുള്ള ആ കോട്ട്. കാലാ ചുഗ പെഹനെ നീച്ചെ സഫേദ് അച്കൻ കി ജെയ്ബ് മേ സുനഹരി ജഞ്ചീർ. അതിൻ്റെ താഴെ എന്തുണ്ട്? സഫേദ് അച്കൻ കി, വെളുത്ത അച്കൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എഴുതി വെച്ചോളൂ. ഷർവാനി പോലത്തെ വസ്ത്രം അച്കൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറുത്ത ജുബ്ബ ധരിച്ച് നീച്ചെ അതിനുള്ളിൽ സഫേദ് അച്കൻ കി, ഒരു വെളുത്ത ഷെർവാനി പോലത്തെ വസ്ത്രത്തിൻ്റെ ജെയ്ബ് മേൻ, ഷെർവാനി പോലത്തെ നമ്മൾ പറഞ്ഞല്ലോ നടു ഓപ്പൺ ആയിട്ടുള്ള അതുപോലത്തെ ആ വസ്ത്രത്തിൻ്റെ താഴെയുള്ള ജെയ്ബ് മേ, അതിൻ്റെ കീശയിൽ സുനഹരി സഞ്ചീർ, ഒരു ഗോൾഡൻ സ്വർണ്ണ നിറത്തിലുള്ള സുനഹരി സഞ്ചീർ, ചെങ്ങല ഉണ്ട്. സാധാരണ പോലീസന്മാർ ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സഞ്ചീർ, ഒരു ചെങ്ങല പോലത്തെ ചുർക്കിന് സുനഹരി സഞ്ചീർ. എന്തുണ്ട്? സ്വർണ്ണ നിറത്തിലുള്ള ചെങ്ങലയുമുണ്ട്. പിന്നെയോ ഏക് ഹാത്ത് മേ കാനൂൻ കി കിതാബ് ലിയേ ഹുയേ ഹെ, ഒരു കയ്യിൽ കാനൂൻ കി കിതാബ്, നിയമപുസ്തകം പിടിച്ച് നിൽക്കുകയാണ്. മാലൂം ഹോത്താ ഹെ, തോന്നുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. കെ അഭി കിസി അദാലത്ത് സെ, ഏതോ കോടതിയിൽ നിന്ന്, അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതി, കോർട്ട്, ഏതോ കോടതിയിൽ നിന്ന് ജിർഹ്, എന്തോ ക്രോസ് വിസ്താരം, ജിർഹ് എന്ന് പറഞ്ഞാൽ ക്രോസ് വിസ്താരം, ക്രോസ് വിസ്താരം എന്ന് പറഞ്ഞാൽ ക്രോസ് എന്താണ് ഇംഗ്ലീഷിൽ പറയാം, ക്രോസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയാം. ക്രോസ് വിസ്താരം കഴിഞ്ഞ് യാ ബഹസ് കർക്കെ, അല്ലെങ്കിൽ എന്തോ ഒരു അന്വേഷണം കഴിഞ്ഞിട്ട്, അന്വേഷണം നടത്തിയിട്ട് ചില ആരഹേ ഹേ, അത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോടതിയിൽ നിന്ന് എന്തോ ഒരു ക്രോസ് വിസ്താരമോ അല്ലെങ്കിൽ വല്ല അന്വേഷണമോ കഴിഞ്ഞിട്ട്, വക്കീലല്ലേ അപ്പം അന്വേഷണങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ, അപ്പോൾ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നടന്നു വരുന്നത് പോലെയുണ്ട് ആ ഒരു നടത്തം കണ്ടിട്ട്, ആ ഒരു നിൽപ്പ് കണ്ടിട്ട്. എന്നാൽ ദോ പൈസയൊക്കെ ഇതെല്ലാം, ഈ പ്രതിമകളെല്ലാം, ഈ ടോയ്സ് എല്ലാം ഈ 2 രൂപയുടേതാണ്. മഗർ ഹാമിദ് ദോ പൈസേക്ക ഏക് ഖിലോന ലേത്തോ, പക്ഷേ ഇവിടെ ഹാമിദ് 2 പൈസയുടെ ഒരു കളിക്കോപ്പ എടുക്കുകയാണെങ്കിൽ, ലേത്തോ എടുക്കുകയാണെങ്കിൽ, മഗർ ഹാമിദ് ദോ പൈസേക്ക ഏക് ഖിലോന ലേത്തോ, 1 പൈസയുടെ 2 പൈസയുടെ ഒരു ഖിലോന, ഒരു കളിക്കോപ്പ എടുക്കുകയാണെങ്കിൽ, ലേത്തോ, ലേന എന്നുള്ള ഫീലിൻ്റെ കൂടെ ലേന എന്നുള്ള ഇംദാദി ഫീല് ചേർന്നപ്പോൾ ലേത്തോ. ഫിർ ഓർ ക്യാ ലേഗ, പിന്നെ വേറെന്താ എടുക്കാൻ സാധിക്കാം? ആകിലും എൻ്റെ അടുത്ത് 3 പൈസയുള്ളത്, അതിൽ 2 പൈസ ഈ കളിക്കോപ്പക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വേറെ എത്ര പൈസ ഉണ്ടാകുക? നെഹി, ഇല്ല. ഖിലോനെ ഫുസൂൽ സേഹേ, ഈ കളിക്കോപ്പകളൊക്കെ വെറുതെയാണ്, അനാവശ്യമാണ്. ഫുസൂൽ എന്ന് പറഞ്ഞാൽ അനാവശ്യമായത് എന്നാണ് അർത്ഥം. ഫുസൂൽ, അതെ, ഫുസൂൽ ബാത്തേ എന്നൊക്കെ പറയും. അനാവശ്യമായ ഈ വെറുതെ വർത്താനം പറയുന്ന അതിനൊക്കെ ഫുസൂൽ ബാത്തേ എന്നാണ് പറയാം. കഹി ഹാത്ത് സെ ഛോട് പടേൻ, എവിടെ വെച്ചെങ്കിലും ഹാത്ത് സെ കൈകളിൽ നിന്ന്, ഛോട് പടേൻ തോ, ഛോട് പഠന വേർപ്പെടുക, കയ്യിൽ നിന്ന് വേർപെട്ടു പോവുക. ഛോട് പഠന പറഞ്ഞാൽ ജുദായി ഹോന, വേർപെട്ടു പോവുക എന്നാണ് അർത്ഥം. ഛോട് പഠന വേർപെട്ടു പോവുക, കയ്യിൽ നിന്ന് വേർപെട്ടു പോയാൽ ചൂർ ഹോ ജായേ, അത് പൊട്ടിപ്പൊടിഞ്ഞു പോകും, തകർന്ന് തരിപ്പണമായി പോകും. ചൂർ ഹോ ജായേ, തകർന്ന് തരിപ്പണമായി പോകും. മണ്ണിൻ്റെ സാധനമല്ലേ, നിലത്ത് കുഞ്ഞാടെ പൊട്ടിപ്പോകുന്നു.
ജറാസ പാനി പടിജായത്തോ, ഇനി അതിന്മേൽ വല്ല വെള്ളവും ചേർന്നാലോ വല്ല വെള്ളവും അയിമലായാലോ തോ സാരാ റങ്ക്, അതിന്മേലുള്ള മുഴുവൻ നിറങ്ങളും അതിലുള്ള മുഴുവൻ കളറുകളും ധുൽ ജായേക, ധുൽ ജായേ, അതിലുള്ള മുഴുവൻ നിറങ്ങളെയും കഴുകിക്കളയും. ധുൽന എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ് അർത്ഥം. അപ്പോൾ ധുൽ ജായേ, കഴുകിക്കളയും. ജായേ എന്നുള്ളത് മുവാരിയാണ്, ജായേഗ കഴുകിക്കളയും എന്നർത്ഥം വെക്കണം. അപ്പോൾ അതിൻ്റെ നിറം ഫുള്ളായിട്ടാണ് പോകുന്നത് ഒരു വെള്ളം തട്ടിയാൽ. അബ് ഖിലോനോക്കോ ലേക്കർ വോ ക്യാ കരേഗ, ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ ഈ കളിക്കോപ്പകൾ എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യാനാ? അബ് ക്യാ കരേഗ, ഇപ്പം എന്ത് ചെയ്യാനാ? കാരണം കിസ് മസ്റഫ് കെ ഹേ, എത്തരത്തിലുള്ള കിസ് മസ്റഫ് കെ, എത്തരത്തിലുള്ള ഉപയോഗമാണ് അതിനുള്ളത്. മസ്റഫ് എന്ന് പറഞ്ഞാൽ ഉപയോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്, യൂസ്. ഏത് ഉപയോഗമാണ് അതിനുള്ളത്? കിസ് മസ്റഫ് കെ ഹേ, ഏത് ഉപയോഗമാണ് ഉള്ളത്? ഈ കളിക്കോപ്പ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഉപയോഗമാണ് അതിനുള്ളത്? എത്തരത്തിലുള്ള ഉപയോഗം അതിനുള്ളത്? ഉപയോഗമില്ലാത്ത വസ്തു അല്ലേ? മുഹ്സിൻ കെഹ്താഹെ, അങ്ങനെ അപ്പം എന്നിട്ട് അവരുടെ ചില സംസാരങ്ങളൊക്കെ നടത്തണം. മുഹ്സിൻ കെഹ്താഹെ, മുഹ്സിൻ പറയാണ്, മേരാ ബെഹസ്തി റോസ് പാനി ദേനെ ജായേഗ, എൻ്റെ കയ്യിലുള്ള എൻ്റെ കളിക്കോപ്പ, ഈ ബെഹസ്തി ഉണ്ടല്ലോ, ബെഹസ്തി എന്ന് പറഞ്ഞാൽ ആ കുടിപ്പിക്കുന്ന സാക്കി എന്നാണ് അർത്ഥം, കുടിപ്പിക്കുന്നവൾ. അപ്പോൾ മേരാ ബെഹസ്തി, എൻ്റെ ഈ കുടിപ്പിക്കുന്നവളായ ഈ ഒരു പ്രതിമ, റോസ് പാനി ദേനെ ജായക, എല്ലാ ദിവസവും ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. സുബഹോ ഷാം, രാവിലെയും വൈകുന്നേരവും, പ്രഭാതവും പ്രദോഷത്ത്. സമീ, അത് കേട്ട പാടെ സമീ പറഞ്ഞത്, ഓർ മേരി ധോബൻ, എൻ്റെ അലക്കുകാരിയോ, റോസ് എല്ലാ ദിവസവും കപ്പടേ ധോയേകി, എല്ലാ ദിവസവും അവൾ വസ്ത്രം കഴുകും, വസ്ത്രം അലക്കും. ഹാമിദ് ഖിലോനോക്കി ബുരായി കർത്താഹെ, എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ഹാമിദ് ഇതൊക്കെ കണ്ടിട്ട് ഖിലോനോക്കി ബുരായി കർത്താഹെ, കളിക്കോപ്പകളെയൊക്കെ മോശമാക്കുകയാണ്. ഐഷ്, മോശം, എന്തിനു പറ്റും എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിനെയൊക്കെ മോശമായി പറയുകയാണ്. ബുരായി കർണ മോശമാക്കുക, ബുരായി കർത്താഹെ മോശമാക്കുകയാണ്, മോശമായി പറയുകയാണ്. മിട്ടി കേത്തോ ഹെ, എന്നിട്ട് പറയാണ്, മിട്ടി കേത്തോ ഹെ, ഇതൊക്കെ മണ്ണിൻ്റെതല്ലേ? മിട്ടി കേത്തോ ഹേ, മണ്ണിൻ്റെതാണല്ലോ. ഗിറേന്തോ, ഇതൊക്കെ വീഴുകയാണെങ്കിൽ ചുക്നാച്ചോർ ഹോ ജായേ, തകർന്ന് തരിപ്പണായി പോകില്ലേ? ചുക്നാച്ചോർ ഹോ ജായേ, പൊട്ടിപ്പൊടിഞ്ഞു പോകും. ചുക്നാച്ചോർ ഹോ ജായേ, ചൂർ ഹോന, ചുക്നാച്ചോർ ഹോന എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്, അഥവാ പൊട്ടിപ്പൊടിഞ്ഞു പോകുമല്ലോ. ലേക്കിൻ, പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും, ലേക്കിൻ ഹാമിദ്, പക്ഷേ ഹർ ചീസ് കോ, എല്ലാ വസ്തുക്കളെയും, ലൽച്ചായി ഹുയി നസ്രോൻസെ, അലച്ചയോടുകൂടെയുള്ള കണ്ണുകളെ കൊണ്ട്, ലൽച്ചായി ഹുയി, ആർത്തിയോടെ, ലൽച്ചായി ഹുയി നസ്രോൻസെ, ആർത്തിയോടെയുള്ള കണ്ണുകളെ കൊണ്ട്, ദേഖ് രഹാ ഹേ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻക്ക് സംഗതി ഇതോൻക്ക് എന്തല്ല ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല, കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് കുട്ടി വാങ്ങാത്തത്. ഓർ ചാഹ്താഹെ, അവൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താഗ്രഹിക്കുന്നുണ്ട്? ജറാ ദേർ കേലിയെ, കുറച്ച് സമയത്തിന്, ജറാ ദേർ കേലിയെ, കുറച്ച് സമയത്തിന് വേണ്ടിയെങ്കിലും, ഉനെ ഹാത്ത് മേ ലേക്കർ ദേഖേ, അതിനൊന്ന് കയ്യിലെടുത്ത് നോക്കിയാലോ എന്നവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് നേരത്തിനെങ്കിലും അതിന് ആ കളിക്കോപ്പകളെയൊക്കെ ഒന്ന് സ്വന്തം കയ്യിൽ വെച്ചിട്ട് ഒന്ന് നോക്കിയാലോ എന്നൊക്കെ അവന് നല്ല ആഗ്രഹമുണ്ട്, നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചാത്താഹെ, ആഗ്രഹിക്കുന്നുണ്ട്. ജറാ ദേർ കേലിയെ അവനെ ഹാത്മേ ലേക്കർ ദേഖേ, കുറച്ച് നിമിഷത്തേക്കെങ്കിലും അതിനെ കയ്യിലെടുത്തൊന്ന് നോക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉസ്കെ ഹാത്ത്, അങ്ങനെ അവൻ്റെ കൈകൾ, ബേസാഖ്ത പറഞ്ഞാൽ തനിയെ, ഓട്ടോമാറ്റിക്കലി, ബേസാഖ്ത
സ്വയം പ്രവൃത്തി കൊണ്ടല്ലാതെ എന്നാണ് അർത്ഥം. ബേസാഫ്ത ഓട്ടോമാറ്റിക്കലി, ബേസാഫ്ത തനിയെ തന്നെത്താനെ എന്താകുന്നുണ്ട്, ബഡ്തേഹി ആ കൈ ഇങ്ങനെ നീളുന്നുണ്ട് ആ കളിക്കോപ്പകളെ കാണാൻ വേണ്ടിയിട്ട്. ലേക്കിൻ ലടുക്കെ പക്ഷേ കുട്ടികളാണെങ്കിലോ ഇത്നെ ഫയ്യാസ് നെഹി ഹോത്തെ ഇത്ര വലിയ ഔദാര്യവാന്മാരാവില്ലല്ലോ. കുട്ടികളുടെ അടുത്ത് കുട്ടികളെ കൈക്ക് ഒരു വസ്തു കിട്ടിയിരിക്കണമെങ്കിൽ പിന്നെ വേറൊരാൾക്ക് കൊടുത്തു കിട്ടാൻ വലിയ പാടല്ലേ. ഇതിനെ ഫയ്യാസ് നെഹി ഹോത്തെ ഇത്ര വലിയ ധർമ്മിഷ്ഠർ, ഔദാര്യവാൻ, ഫയ്യാസ് ധർമ്മിഷ്ഠൻ, ഔദാര്യവാൻ നെഹി ഹോത്തെ കുട്ടികൾ ഇത്ര വലിയ ഔദാര്യവാനൊന്നും ആവൂല. പ്രത്യേകിച്ച് എങ്ങനെയാണെങ്കിൽ ഖാസ്കർ പ്രത്യേകിച്ചും, ലാസിയമ പ്രത്യേകിച്ചും, ജബ് നയാ ഹുൻഹോ പുതുപുത്തനാകുകയാണെങ്കിൽ, നയാ ഹുൻഹോ പുതിയ ചോര എന്നൊക്കെ പറഞ്ഞാൽ പുതുപുത്തൻ സാധനമാണ് കുട്ടികളെ കയ്യിലുള്ളതെങ്കിൽ അത് മറ്റൊരാൾക്ക് കിട്ടുന്നല്ല, ഒരു വാശി പിടിച്ച് മറ്റൊരാൾക്കും കൊടുക്കാതെ വെക്കുകയും ചെയ്യും. പക്ഷേ ഹാമിദ് ലൽച്ചാത്ത രഹ്ജാത്ത ഹെ, പക്ഷേ ഹാമിദ് ഇവിടെ അത്യാർത്ഥിയുള്ളവനായിട്ട്, ഭയങ്കര ആർത്തിയോടുകൂടെ അലച്ചിയുള്ളവനായിട്ട് അവിടെ ഇങ്ങനെ ഇതും നോക്കി കണ്ടു നിൽക്കുകയാണ്. ഹാമിദ് ലൽച്ചാത്ത രഹ്ജാത്ത ഹെ, ഹാമിദ് ആർത്തിയുള്ളവനായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.